സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ ദുരന്താശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 2 ദിവസമായി ശക്തമായ മഴ തുടരുന്നതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ആളുകൾക്ക് ദുരന്ത നിവാരണ സേന നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിലാണ് ഇന്നലെ മഴക്കെടുതികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചു. ഇന്നലെ രാത്രി വടം ഉപയോഗിച്ച് 3 തവണ കെട്ടിട അവശിഷ്ടങ്ങൾ വലിച്ച് താഴെയിടാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. അപകടാവസ്ഥയിലുള്ള കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ 2-3 ട്രാക്കുകളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. നിലവിൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 1-ാം പ്ലാറ്റ്ഫോമിലൂടെയും മംഗലാപുരം ഭാഗത്തേക്കുള്ളവ 4-ാം പ്ലാറ്റ്ഫോമിലൂടെയുമാണ് തിരിച്ചുവിടുന്നത്. നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. യാത്രാക്ലേശം പരിഹരിച്ച് ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കിയ ശേഷം ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് റെയിൽവേയുടെ തീരുമാനം. ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി മുന്നോട്ടു പോകുമ്പോൾ പദ്ധതിയുടെ ഏകോപനത്തിനായി ഇന്ന് നിർണായക യോഗം ചേരും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗമാണ് ഇന്ന് ചേരുന്നത്. പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അപർണ KS ചേരുന്നു വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സഹകരണം കൂടി ഈ ഒരു ഓപ്പറേഷൻ തൂഫാന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് DGPമാരുടെ യോഗം ചേരുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദിത്തി, കേരളത്തിന് തന്നെ അഭിമാനകരമായ ഒരു പദ്ധതി എന്ന് പറയാവുന്ന ഒന്നാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ പ്രഖ്യാപിച്ച ഒരു പദ്ധതി കൂടിയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത്. ലഹരിയുടെ ഉപയോഗം തടയുകയും വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേരളത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. വളരെ വിജയകരമായി തന്നെയാണ് ഇത് കേരളത്തിലൊട്ടാകെ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വലിയ പിന്തുണ കൂടി ലഭിച്ച ഒരു പദ്ധതി കൂടിയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിർണായക യോഗമാണ് ഇന്ന് നടക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരടക്കം ഇന്ന് ഈ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാകും. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക. 5 സംസ്ഥാനങ്ങളിലെ DGPമാരായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഓപ്പറേഷൻ തൂഫാന് വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായവും ഏകോപനവും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു. എല്ലാ കേന്ദ്ര ഏജൻസികളും സഹായം നൽകുമെന്നും ആഭ്യന്തരമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരുന്നു. പ്രധാനമായും കർണാടകയിൽ നിന്നാണ് ഇത്തരത്തിൽ MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്നത് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ പിടിയിലായവരുടെ മൊഴിയും ഇത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കർണാടക മുഖ്യമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അന്വേഷണത്തിന് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുമുണ്ടായിരുന്നു. ഇതിനു പുറമെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം കൂടിയാണ് ഇന്ന് ചേരുന്നത്. വളരെ നിർണായകമായ ഒരു യോഗം തന്നെയാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ, അന്വേഷണത്തിന്റെ ഏകോപന വിവരങ്ങൾ, കൂടാതെ വിവരങ്ങൾ കൈമാറാൻ, ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ കൈമാറുവാൻ ഒക്കെ തന്നെ ഈ യോഗം സഹായകമാകും. കൂടാതെ തന്നെ കേരളത്തിലേക്കുള്ള ലഹരി വസ്തുക്കളുടെ വരവ് തടയുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ഏകോപനങ്ങൾ സഹായകമാകും എന്നാണ് ഈ സംസ്ഥാന പോലീസ് തന്നെ കരുതുന്നത്. തമിഴ്നാട്, പുതുച്ചേരി, കർണാടക, തെലുങ്കാന, ആന്ധ്ര തുടങ്ങിയ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ DGPമാരാണ് ഇന്ന് നടക്കുന്ന നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടങ്ങളിലെ പോലീസ് മേധാവിമാരെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ അവിടെ നിന്നുള്ള ലഹരിയുടെ വ്യാപനം തടയാൻ സാധിക്കും. ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികൾ ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇന്ന് 11 മണിക്കാണ് ഇത്തരത്തിൽ പോലീസ് ആസ്ഥാനത്ത് ഈ ദക്ഷിണേന്ത്യൻ DGPമാരടക്കം പങ്കെടുക്കുന്ന യോഗം നടക്കുക. ഓപ്പറേഷൻ തൂഫാൻ എന്തൊക്കെയാണ് ഇതുവരെ കേരളത്തിൽ അടക്കം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇനി നടക്കാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ സഹായങ്ങളാണ് ഇത്തരത്തിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കേരളം പ്രതീക്ഷിക്കുന്നത് തുടങ്ങി
തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ എന്നൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കൂടാതെ തന്നെ ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ യോഗത്തിൽ വിശദമാക്കുന്നതായിരിക്കും. എന്തായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൂടി പിന്തുണ ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ലഭ്യമാകുന്നതിനെ തുടർന്ന് ഈ ലഹരിയുടെ ഒഴുക്ക്, കേരളത്തിലേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കാനാകും, ലഹരി മാഫിയയുടെ ഇത്തരത്തിലുള്ള വ്യാപനങ്ങൾ തടയാൻ സാധിക്കുമെന്ന ഒരു നിഗമനത്തിലാണ് കേരള പോലീസ് അടക്കം ഉള്ളത്. ശരി, എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് പദ്ധതിയുടെ ഏകോപനത്തിനായി ഇന്ന് നിർണായകമായ ഒരു യോഗം ചേരുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗമാണ് ഇന്ന് ചേരുന്നത്. പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ മെഡിക്കൽ കോഡിംഗ് സ്ഥാപനമായ കോറോ ഹെൽത്തിൽ ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ടതിൽ അന്തിമ തീരുമാനം ഇന്നറിയാം. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ കമ്പനി അധികൃതരുമായി ഇന്ന് ചർച്ച നടത്തും. ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കമ്പനി ഔദ്യോഗികമായി സമൻസ് അയച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോറോ ഹെൽത്ത് കമ്പനി തങ്ങളുടെ കൊച്ചി ഓഫീസിലെയും കോഴിക്കോട്ടെയും 900ഓളം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. തൊഴിൽ വകുപ്പ് ഇടപെട്ടിട്ടും 2.5 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരം എന്ന മട്ടിൽ ജീവനക്കാരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പിരിച്ചുവിടൽ നടപടികളുമായി കമ്പനി മുന്നോട്ടു പോകുകയായിരുന്നു. US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. 6 ദിവസം നീണ്ടുനിന്ന വിലാപയാത്രയ്ക്കും ചടങ്ങുകൾക്കും ഒടുവിൽ ജന്മനാടായ മഷ്ഹദിലാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ഇറാഖിലെ പുണ്യ നഗരങ്ങളായ കർബല, നജാഫ് എന്നിവിടങ്ങളിൽ പിന്നിട്ടാണ് മൃതദേഹം മഷ്ഹദിലെത്തിച്ചത്. ടെഹ്റാനും ചബഹറും അടക്കമുള്ള നഗരങ്ങളിൽ അമേരിക്കൻ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലും ലക്ഷക്കണക്കിന് ആളുകളാണ് നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. മഷ്ഹദിലെ ഇമാം റസ ശവകുടീരത്തിന് സമീപമാണ് ഖമനേയിക്കും കുടുംബാംഗങ്ങൾക്കും അന്തിമ വിശ്രമം ഒരുക്കിയത്. നിശ്ചയിച്ച സമയത്തേക്കാൾ 8 മണിക്കൂറോളം വൈകിയാണ് സംസ്കാരം നടന്നത്. ടെഹ്റാനെയും മഷ്ഹദിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽ പാത US ആക്രമണത്തിൽ തകർക്കപ്പെട്ടിരുന്നുവെങ്കിലും ചടങ്ങുകൾ വൈകിയതിന് ഇതുമായി ബന്ധമില്ലെന്ന് ഇറാനിയൻ അധികൃതർ വിശദീകരിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതിയലക്ഷ്യത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബിജു IAS ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കേസിലെ പ്രതികളുടെ പ്രോസിക്യൂഷന് അനുമതി നൽകിക്കൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിലെ വിവാദ പരാമർശങ്ങളുടെ പേരിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കെ ബിജുവിനെതിരെ കോടതിയലക്ഷ്യ കേസെടുത്തത്. ഉത്തരവിലെ കോടതി വിരുദ്ധ പരാമർശങ്ങൾ ചർച്ചയായതോടെ കോടതി നിർദ്ദേശപ്രകാരം പുതിയ ഉത്തരവ് തിരുത്തിയിറക്കിയെങ്കിലും ബുധനാഴ്ച കേസ് പരിഗണിച്ച കോടതി വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും കോടതിയെയും സർക്കാരിനെയും അവഹേളിക്കുന്ന നടപടിയാണിത് എന്നതുമായിരുന്നു കോടതിയുടെ വിമർശനം. തുടർന്നാണ് ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് കെ ബിജുവിന് നിർദ്ദേശം നൽകിയത്. കോടതിയലക്ഷ്യ കേസിൽ കെ ബിജുവിന്റെ മാപ്പപേക്ഷ കോടതി സ്വീകരിക്കുമോ അതോ കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്നതും ഇന്നറിയാം. കോടതിയുടെ നിലപാട് സർക്കാരിനും നിർണായകമാണ്.